ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമ്മുടെ നാട് കേരളം ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 30-40 വയസ്സുള്ള മിക്കവാറും ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട്. ഈ ഡയബറ്റീസ് ഉള്ള മിക്കവാറും ആളുകൾക്ക് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളതിന് കറക്റ്റ് ഒരു ആൻസർ ഇല്ല. അതിന് പല തിയറികളാണുള്ളത്. ഉദാഹരണത്തിന് ഈ ഡയബറ്റീസ് ഉള്ള ആളുകളുടെ ബ്ലഡ് സർക്കുലേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവും. രണ്ടാമത്തേത്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് മിക്കവാറും കിഡ്നിയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുമ്പോൾ ക്രിയാറ്റിനും യൂറിയ ലെവലൊക്കെ കൂടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചൊറിച്ചിലുണ്ടാകും. പിന്നെ ഡയബറ്റീസ് നരമ്പിനെ ബാധിക്കുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകും. പിന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് അവരുടെ സ്കിന്നിൽ ഒരുപാട് ബാക്ടീരിയ, ഫംഗസ് അതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ആ കാരണങ്ങളെ കൊണ്ടും ചൊറിച്ചിലുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ള ആളുകളുടെ സ്കിന്ന് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മാന്തിയ പാടുകൾ കാണാറുണ്ട്. അടുത്തതായിട്ട് ഡയബറ്റീസിൽ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് നെക്രോബയോസിസ് ലൈപ്പോഡിക്ക ഡയബറ്റിക്കോറം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷന്. അത് ചെറിയൊരു സ്കിന്നിൽ ഇൻഡുറേഷൻ പോലെ വന്നിട്ട് അത് പിന്നെ ഒരു പ്ലാക്കായിട്ട് മാറുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു തരത്തിലുള്ള പ്ലാക്കായിട്ടാണ് ഇത് കാണാറുള്ളത്. അതുപോലെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഗ്രാനുലോമ ആനുലർ. ഇത് സാധാരണ ആളുകൾക്ക് വരാമെങ്കിലും ഇങ്ങനെ ഡയബറ്റീസ് ആളുകൾക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു റൗണ്ട് കളറായിട്ട് ആദ്യം കാണുമ്പോൾ വട്ടച്ചൊറി പോലെയുള്ള എന്തോ ആണെന്ന് നമുക്ക് സംശയിക്കും. പക്ഷേ റിംഗ്വേം ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവുന്ന പോലത്തെ വലിയൊരു ചൊറിച്ചിലൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ ബയോപ്സി എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഒരു കണ്ടീഷനാണെന്ന് മനസ്സിലാവാറുള്ളത്. അടുത്തൊരു കണ്ടീഷനാണ് ഡയബറ്റിക് ഡെർമോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡയബറ്റീസ് ബോഡിയിലുള്ള പല ഭാഗങ്ങളെയും ബാധിക്കും. കണ്ണിനെ ബാധിക്കും, അതിനെ റെറ്റിനോപ്പതി എന്ന് പറയും. നമ്മുടെ കിഡ്നിയെ ബാധിക്കുമ്പോൾ അതിനെ നെഫ്രോപ്പതി എന്ന് പറയും. അതുപോലെ അത് സ്കിന്നിനെ ബാധിക്കുമ്പോഴാകുന്ന കണ്ടീഷനാണ് ഡെർമോപ്പതി എന്ന് പറയും. അത് നമ്മുടെ കാലിൻ്റെ ഒരു മുൻഭാഗത്ത്, ഷിൻ ഭാഗത്ത് ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണത്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ അടുത്തതാണ് സ്ക്ലീറോഡെർമ ലൈക്ക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഒക്കെ വിരലിൽ അവിടുത്തെ സ്കിന്ന് വളരെ കട്ടിയുള്ള വാക്സിയായ മിനുസമുള്ള ഒരു സ്കിന്നായിട്ട് മാറും. അപ്പോൾ അവർ പിന്നെ കൈയൊക്കെ ഇങ്ങനെ വെക്കും, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വെക്കുമ്പോൾ അതിൻ്റെ ഫിംഗറിൻ്റെ മൊബിലിറ്റി അത് ബാധിക്കും. ആ രീതിയിലുള്ള കണ്ടീഷനാണ് അത്. പിന്നെ അടുത്തൊരു കണ്ടീഷനാണ് ഡയബറ്റിക് സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. അത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഈ ബാക്കിലും അവിടെയൊക്കെയാണ് കൂടുതൽ കാണുക. അവരുടെ സ്കിന്ന് വളരെ കട്ടിയുള്ളതായിരിക്കും. അതിനെ പിഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പിഞ്ച് ചെയ്യാൻ കിട്ടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഈ ഒരു സംഗതി. പിന്നെ അടുത്ത ഒരു വളരെ കോമൺ ആയിട്ട് കണ്ടീഷൻ അക്കന്തോസിസ് നൈഗ്രിക്കൻസ്. അതായത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്കുള്ള ഒരു കണ്ടീഷൻ. നമ്മൾ കുറച്ചൊന്ന് തടി കൂടുമ്പോൾ, നമ്മുടെ BMI ഒന്ന് കൂടുമ്പോൾ നമ്മുടെ കഴുത്തിലും അതുപോലെ പിന്നെ കക്ഷത്തിലുമൊക്കെ ഒരു കറുപ്പ് കളർ വരുന്ന ഒരു കണ്ടീഷൻ അക്കന്തോസിസ് നൈഗ്രിക്കൻസ്. ഇത് ഡയബറ്റീസ് ഉള്ള ആളുകൾ കുറച്ചും കൂടി കൂടുതൽ വരും. അത് ഹൈപ്പർ ഇൻസുലിനിയ, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള ഒരു ബേസിക് ഒരു പത്തോഫിസിയോളജിനെ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. അതുപോലെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് സ്കിൻ ടാഗ് അക്രോകോഡോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷന്. അത് നമ്മുടെ മടക്കുകളിലൊക്കെ ഒരു പാലുണി പോലെ വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ഉള്ള ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നല്ല, മറിച്ച് അത് ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഈ ഒരു സ്കിൻ ടാഗും അതുപോലെ ഈ കഴുത്തിന് കറുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റീസ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ വേറെ കണ്ടീഷൻ ഡയബറ്റിക് ബുള്ള എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ സ്കിന്നിൽ പല സ്ഥലങ്ങളിലായിട്ട് വെറുതെ ഒരു കുമിളകൾ വരും. പിക്ചറിൽ കാണുന്ന പോലെയുള്ള കുമിളകൾ വരുന്ന ഒരു കണ്ടീഷൻ. അത് എവിടെയെങ്കിലും വെച്ചടിച്ചതിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഒരു കുമിളകൾ വരുന്ന ഒരു കണ്ടീഷനാണിത്. പിന്നെ അടുത്തതായിട്ട് വളരെ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും കേട്ടൊരു കാര്യമാണ് ഡയബറ്റിക് ഫൂട്ട് എന്ന് പറയുന്നത്. ഡയബറ്റീസ് വല്ലാതെ കൂടുമ്പോൾ അത് നമ്മുടെ കാലിലേക്കുള്ള രക്തോട്ടമൊക്കെ ബാധിച്ചിട്ട് അത് പിന്നെ അതുപോലെ അതിൻ്റെ സെൻസേഷനൊക്കെ ബാധിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ സ്കിന്നിൻ്റെ ക്വാളിറ്റി കുറയും. മാത്രമല്ല സെൻസേഷൻ ഇല്ലാത്തത് കൊണ്ട് മുറിവുണ്ടാകുമ്പോഴൊന്നും നമ്മളത് അറിയില്ല. അപ്പോൾ അങ്ങനെ അത് ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻ കൂടി ആ കാലിൻ്റെ സ്കിന്നിനെയും അതിൻ്റെ ഉൾഭാഗത്തേക്ക് ബാധിക്കുന്ന കണ്ടീഷനാണ് ഡയബറ്റിക് ഫൂട്ട്. ഇത് പല ഗ്രേഡിൽ ചില ആൾക്ക് വളരെ കുറച്ചുണ്ടാവുള്ള, ചിലർക്ക് വളരെ കൂടുമ്പോൾ അത് കാല് ആംബ്യൂട്ട് ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്താറുള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻ്റെ ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പലതരം ബാക്ടീരിയൽ ഇൻഫെക്ഷനും പലതരം പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസും ഡയബറ്റീസ് ഉള്ള ആളുകൾ കൂടുതൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ പറയുമ്പോൾ സ്റ്റെഫിലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, സ്യൂഡോമോണാസ് ഇവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ടീരിയാസ്. അപ്പോൾ അതുള്ള ആളുകൾക്ക്, സാധാരണ ആളുകൾക്കും ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാമെങ്കിലും ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾ കുറച്ച് കൂടുതലായിട്ട് വരും. ഇപ്പം ചോരക്കുരു അല്ലെങ്കിൽ നമ്മളെ രോമക്കുരു എന്ന് പറഞ്ഞ കണ്ടീഷന് ഫറങ്കിൾ, അത് ഏറ്റവും വലിയ രീതിയിലുള്ള കാർബങ്കിൾ എക്തൈമ എന്ന് പറഞ്ഞുള്ള കണ്ടീഷനായിട്ട് മാറാറുണ്ട്. പിന്നെ അതുപോലെ എറിത്രാസ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കക്ഷത്തിൽ ഒരു റെഡ് കളർ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്.
ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെയുള്ള സെല്ലുലൈറ്റിസ് അത് കാലിലേക്ക് മൊത്തം വളരെ പെയിൻഫുൾ ആയിട്ട് തൊടുമ്പോൾ തന്നെ നല്ല ചൂടുള്ള നല്ല പനിയൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. അത് കാണാം. പിന്നെ ഈ പെരിത്രാസ്മാൻ നേരത്തെ പറഞ്ഞു, അതൊരു റെഡ് കളറിൽ ആക്സിലയിലും ഗ്രോയിനിലൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. ഇതുപോലുള്ള പല ഫംഗൽ ഇൻഫെക്ഷനുകളും ഡയബറ്റീസിൽ കൂടുതലായിട്ട് വരാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാൻഡിഡിയാസിസ്, അത് വായയിൽ ഒരു പുണ്ണ് പോലെ വരാം, ഒരു വെള്ള കളറിലെ പുണ്ണ് പോലെ വരാം. അതുപോലെ വജൈനൽ കാൻഡിഡിയാസിസ് വരാം. മെയിൽസിനാണെങ്കിൽ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലനൈറ്റിസ് അല്ല ബലനോപോസൈറ്റിസ് എന്ന കണ്ടീഷൻ വരാം. പിന്നെ നഖത്തിൻ്റെ ചുറ്റുമായിട്ട് പെരോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള കുഴിനഖം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ കൂടുതലായിട്ട് വരാം. നെയിൽസിലും ഭയങ്കര ഇൻഫെക്ഷൻസ് വരാം. പിന്നെ വട്ടച്ചൊറി റിംഗ്വൈൻ ഇൻഫെക്ഷൻസിൻ്റെ ചാൻസ് ഇവർക്ക് കൂടുതലാണ്. അടുത്തതായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന വേറെ കണ്ടീഷനാണ് ക്സാന്തോമെറ്റോസിസ് ക്സാന്തലാസ്മ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. അത് ഈ പിക്ചറിൽ കാണുന്ന പോലെ കണ്ണിന് ചുറ്റുഭാഗത്തും ഒരു യെല്ലോ കളറിൽ ഒരു പ്ലാക്ക് വരുന്ന ഒരു കണ്ടീഷൻ ക്സാന്തലാസ്മ എന്ന് പറയാം. വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണത്. അത് പിന്നെ ഈ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിലും വരാം ഇല്ലെങ്കിലും വരാം, പക്ഷെ ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ യെല്ലോ കളറിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വരാം. അത് ഇറപ്റ്റീവ് ക്സാന്തോമ എന്നൊക്കെ പറയും. അതും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇനി ചില ആളുകൾക്കെങ്കിലും ഡയബറ്റീസിലെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചില സ്കിന്നിൽ പ്രോബ്ലംസ് വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൾഫോണിൽ യൂറിയാസ് എന്നൊക്കെ കൊണ്ടുള്ള ആ ഒരു മെഡിസിൻ്റെ ഭാഗമായിട്ട് പിക്ചറിൽ കാണുന്ന പോലുള്ള എറിത്തിമ മൾട്ടിഫോമ, എറിത്തിമ നോഡോസം പോലുള്ള കണ്ടീഷൻസ് വരാറുണ്ട്. പിന്നെ മെറ്റ്ഫോമിൻ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വാസ്കുലൈറ്റിസ്, ഒരു രക്തവാദം പോലത്തെ ഒരു കണ്ടീഷൻ വളരെ അപൂർവമായിട്ട് കാണാറുണ്ട്. പിന്നെ ഈ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചില ടൈപ്പ് ഇൻസുലിനുകളിൽ അത് അവർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ പിന്നെ ഒരു ഫാറ്റ്, ഒരു അട്രോഫി, ലൈപ്പോട്രോഫി പോലെ കാണാറുണ്ട്. അത് പുതിയ ടൈപ്പ് ഇൻസുലിനൊക്കെ അതിന് വളരെ ചാൻസ് കുറവാണ്. അതുപോലെ ഇൻസുലിൻ അലർജി പണ്ടൊക്കെ കുറേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് അലർജി വളരെ കുറവാണ്. പിന്നെ സെൽഫായിട്ട് എപ്പോഴും ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ഒരേ സ്ഥലത്ത് ഒരുപാട് കുത്തുമ്പോൾ അവരുടെ ഒരു പിന്നെ ട്രോമ പോലെ പോയിന്റ്സ് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള കാണാറുണ്ട്. സാധാരണ കാണുന്ന പല അസുഖങ്ങളും ഡയബറ്റീസിൽ വളരെ കൂടുതലായിട്ട് ഡയബറ്റീസ് ഇല്ലാത്ത ആളുകളെക്കാളും കൂടുതൽ കാണുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ വിറ്റിലൈഗോ, ലൈക്കൻ പ്ലാനസ്, അതുപോലെ ഈ പെർഫോറേറ്റിംഗ് ഡെർമറ്റോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. പിന്നെ ഈ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ചൊന്ന് കുറക്കുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ കപ്പോസി സാർക്കോമ പോലുള്ള കണ്ടീഷനുകൾക്ക് ഡയബറ്റീസിൽ കാണാറുണ്ട്. ഡെർമറ്റൈറ്റിസ് ഹെർപെറ്റിഫോമിസ്, ബുള്ളസ് പെംഫിഗോയിഡ് പോലെയുള്ള ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പല കണ്ടീഷനുകളും ഡയബറ്റീസിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അവർക്ക് ഡയബറ്റീസ് ഉണ്ട്, സ്കിന്നിൽ എന്തൊക്കെയോ ഡിഫറൻസുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് നിർത്തിയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അതിന് ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ.